അപ്പൊ നമ്മുടെ ഗൂർഖയുടെ പാർട്ട് 2 രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് നിങ്ങൾക്ക് വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതെന്നാ സ്ഥലമാണെന്ന് നോക്കിയേ, മഞ്ഞ് നോക്കിയേ, മഞ്ഞ്. വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട്, കാണുന്ന പോലെയല്ല. ഹെവി 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 ഹെവി. ഗൈസ്, ഇവിടെ ഒരു ടാസ്ക് വന്നിട്ടുണ്ട്. ഇവിടെ മമ്പനൊരു പാറ. ഇച്ചിരി ഇങ്ങനെ നീങ്ങിയിട്ട് കട അമ്പോ വീണ്ടും സീനാകുമല്ലോ. നമുക്ക് നമ്മുടെ ഗൂർഖ എക്സ്ട്രീം നോക്കാം. അമ്പോ അതെ, അങ്ങനെ നമ്മള് ആ ടാസ്കും കഴിഞ്ഞ് ഒരു രക്ഷയില്ല. അടിപൊളി. എന്റെ പൊന്നോ, ഇത് സ്ട്രീമാണ്, ഒരു രക്ഷയില്ലല്ലോ. സംഭവം കാലക്കിട്ടോ. ഗൈസ്, ഈ സൈഡിലേക്ക് നോക്കിയേ, ആ തോട് ഒഴുകണേ കണ്ടോ, അടിപൊളിയല്ലേ. ഈ ഏലമൊക്കെ നിൽക്കണോണ്ട് അധികം കാണാൻ പറ്റില്ല. ഓ, നമ്മൾ വിചാരിച്ച ആളല്ല നമ്മുടെ ഗൂർഖ വേറെ ലെവൽ സാധനം. എൻ്റെ പൊന്നോ, എല്ലാം എക്സ്ട്രീമാണ്. ശരിക്കും പേര് പോലെ തന്നെ എല്ലാം എക്സ്ട്രീമാണ് കേട്ടോ. ഓഫ് റോഡിൻ്റെ ശരിക്കും എക്സ്ട്രീമാണ്. ഇതേ ഇനി പോകാനുള്ള വഴി ഇതാണ്. അത്യാവശ്യം ഇവിടെ നല്ല വഴുവഴുപ്പുള്ള റോഡാണ്, നല്ല രീതിക്ക് തന്നെ ഉണ്ട്. അപ്പോൾ ഈ ടാസ്ക് ഒന്ന് നമുക്ക് പോയി നോക്കാം. സംഭവം ചെറിയൊരു കുഴിയിലൊക്കെ വീണായിരുന്നു. നമ്മുടെ ഗൂർഖയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. വമ്പൻ ടാസ്ക്. ഇതെല്ലാം ഇതിൻ്റെ അപ്പുറം ചാടിക്കടന്നവനാണ് ഈ കെ ജോസഫ്. ചിലപ്പോൾ ഇപ്പം എൻ്റെ മേത്ത് ചെളി തെറിച്ചേനെ. അവിടെ ചെറുതായിട്ട് വണ്ടി ഒന്ന് ചെരിഞ്ഞൊരു ടറേനായതുകൊണ്ട് കണ്ടോ, ഫ്രണ്ടിലൊന്ന് ഇടിച്ചു കയറ്റണം. അപ്പം മുകളിലേക്കുള്ള വഴി നോക്കിയേ, മഞ്ഞ് കാരണം, കോട കാരണം ഒന്നും കാണത്തില്ല ഗൈസ്. ക്യാമറയിൽ നമുക്ക് അത്ര ഇത് തോന്നില്ല. ഈ സൈഡിലേക്കൊക്കെ നോക്കി നല്ല രീതിക്ക് മഞ്ഞിറങ്ങിയിട്ടുണ്ട്. ആ മഞ്ഞിൽ കൂടി നമ്മുടെ ഗൂർഖ തകർപ്പനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കടന്നു വന്ന ആ തോട് ഇതേ കാണുന്ന കേട്ടോ, അങ്ങ് താഴെ. ഗൈസ്, ഇവിടുത്തെ വഴിയുണ്ടോ, റോഡിൻ്റെ ചാല് മുഴുവൻ വെള്ളം ഒഴുകി വലിയ കുഴിയാണ്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ അടിച്ച് കയറി പോണത്. പിന്നെ അതെ നല്ല രീതിക്ക് മുകളിൽ മഞ്ഞിറങ്ങിയിട്ടുണ്ട്, മഴയുണ്ട്. എന്തായാലും ഇന്നത്തെ നമ്മുടെ ഓഫ് റോഡ് അടിപൊളി. ഗൈസ്, ഇതെന്നാ സ്ഥലമാണെന്ന് നോക്കിയേ, മഞ്ഞ് നോക്കിയേ, മഞ്ഞ് ഫുള്ള്. ഇതിൻ്റെ ഉള്ളിൽ വട്ടം റോഡുണ്ട്. ഗൈസ്, വമ്പൻ ടാസ്കാണ്. വഴി തീർന്നില്ലല്ലോ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. വഴിയുണ്ടോ, വഴി ടാസ്കാണ് ഗൈസ്, ടാസ്കാണ്. മുകളിൽ മഞ്ഞുണ്ടോ, മഞ്ഞ്. ഗൈസ്, ഇവിടെ ഒരു വീടുണ്ടേ, വീടല്ല, തോട്ടത്തിലെ എന്തോ ഫാം ഹൗസ് പോലത്തെ എന്തോ ആണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് വഴിയൊക്കെ ചോദിച്ചു നോക്കാനായിട്ട് ചെന്നതാണ്. അവിടെ ഒരു മനുഷ്യക്കുഞ്ഞ് പോലും ഇല്ല.
കൈസ് ഇങ്ങോട്ടുള്ള വഴി നോക്കി, വമ്പൻ ടാസ്ക്. ഒരു വളവോട് കൂടിയിട്ടുള്ള കുത്ത് കയറ്റാണ്. ക്യാമറയ്ക്കകത്ത് അത്ര ഫീൽ ഉണ്ടാവില്ല അല്ലേ? അതൊക്കെ നമ്മുടെ ഗൂർക്ക കടത്തി വെട്ടി കിടിലനായിട്ട് കയറുന്നുണ്ട്. അമ്പോ വണ്ടി റോഡ് ശരിക്കും ചെരിഞ്ഞ് കിടക്കണ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഇച്ചിരി ഇപ്പുറത്തേക്ക് എടുത്താലാണ് വണ്ടി കയറിപ്പോരുള്ളൂ. വണ്ടി അവിടെ നിന്ന് ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിടന്ന് കറങ്ങുള്ളൂ. കുറച്ചിങ്ങനെ നീക്കി പിടിച്ചിട്ട്, പക്ഷേ അപ്പുറ സൈഡ് പുല്ലുള്ളതുകൊണ്ട് അത് സീനാണ്. പുല്ലേക്കടെ ചിലപ്പോൾ കുറച്ച് കറങ്ങാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ അങ്ങ് താഴെ ഒരു കിടിലൻ വെള്ളച്ചാട്ടം ഉണ്ട്, കാണാവോ? അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ കൂടെയാണ് ആ താഴെ നമ്മൾ കണ്ട ആ മിക്കവാറും കണ്ട ആ തോട് ഇത് തന്നെയായിരിക്കും, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആയിരിക്കും. അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, ഫുള്ളും മരം നിൽക്കുമല്ലേ. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് നേരെ പോവാം. വഴിയൊക്കെ മഞ്ഞ് കാരണം ഒന്നും കാണത്തില്ല. ഇത് നല്ലൊരു ടാസ്ക് പിടിച്ച വഴിയാണ്. അധികം ആൾക്കാരൊന്നും ഇതിക്കടെ അധികം യാത്രയില്ല എന്ന് തോന്നുന്നു കേട്ടോ. ജസ്റ്റ് 2 സൈഡ് മാത്രമാണ് അവരിതുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വഴി കൂടെ എനിക്ക് കയറിപ്പോണ്ട്. ഇതിൻ്റെ മുകളിൽ ചെല്ലുമ്പോൾ ചെറിയൊരു റിവർ വീണ്ടും ക്രോസിങ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കയറിപ്പോയി നോക്കാം. എന്തായാലും വന്നു. ഇതേ നമ്മുടെ ചെറുക്കൻ തേ കയറി വന്നു. പക്ഷേ അവിടെ നിന്ന് കയറുമ്പോൾ ഒരു ടാസ്ക് ഉണ്ട്. അവിടെ ചെറിയൊരു കട്ടിങ് പോലെയാണ്, അവിടെ നിന്ന് ഇടിച്ചിങ് കയറണം. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നേരെ കയറി വന്നു കഴിയുമ്പോഴേക്കും ഈ പാറ ചിലപ്പോൾ ഒരു ടാസ്ക് വരാൻ ചാൻസ് ഉണ്ട്. ചെരിഞ്ഞ് കിടക്കുന്ന നല്ല വഴുവഴുപ്പുള്ള പാറയാണ്. അങ്ങനെ അതും കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ കയറിയത് ഇവിടെ ചെറിയൊരു വെള്ളമൊക്കെ ഉണ്ട്. ഫുള്ള് ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കിലാണ്. ഗൈസ് വീണ്ടും ആ ഒരു കല്ല കിടപ്പുണ്ട്. ആ കല്ലി ഇറങ്ങിയിട്ട് മാറ്റാം. 4x4 മാറ്റാൻ പറ്റുന്നില്ല. 4x4 മാറ്റി 2-ലേക്ക് ആക്കുമ്പോഴേക്കും അടുത്ത ടാസ്ക് വരും. ഇവിടെ ഒരു വലിയൊരു കല്ല് കിടപ്പുണ്ട്. ഈ കല്ല് നമുക്ക് ചിലപ്പോൾ പണിയാവും. ഈ കല്ല് നമുക്ക് ആദ്യം സൈഡിലേക്ക് ഉറ്റി മാറ്റാം. ഇന്നത് പിടിച്ച് ഞാൻ ഉറ്റി മാറ്റിക്കാം. ഇനി നമുക്ക് കയറിപ്പോകാനുള്ള വഴി ഇതാണ്. ഭീകരതയില്ല അല്ലേ ക്യാമറയ്ക്കകത്തേക്കടെ? നമുക്ക് മുകളിൽ ചെന്ന് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ വണ്ടി കയറി വരണമെന്ന് കാണാം. അത്യാവശ്യം റോഡ് ഫുള്ളും മഴ പെയ്തത് നല്ല രീതിക്ക് തെന്നി കിടക്കുവാണ്. മണ്ണാണെങ്കിൽ നല്ല പശ ഇതുള്ളതുകൊണ്ട് വണ്ടി കിടന്ന് കറങ്ങും. ഇനി നമുക്ക് താഴെ നമ്മുടെ ഗൂർഖ ചേട്ടൻ കയറി വന്ന് നോക്കാം. അങ്ങ് താഴെ അവൻ നിൽക്കുവാണ്. അവിടെ നിന്ന് നൈസ് 4x4 അങ്ങ് കൊടുത്ത് കയറി പോരാം. അമ്പോ ഹെവിയാണ്, ഹെവി ഒരു രക്ഷയില്ല. പൊളി മോനെ, പൊളി.
ഇതിൻ്റെ സസ്പെൻഷനൊക്കെ ആണെങ്കിലോ ഒരു രക്ഷയില്ല, ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് അകത്തിരിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഈ ഓഫ് റോഡ് അകത്ത് അത്ര ഫീൽ ചെയ്യില്ല. നല്ല സെറ്റപ്പായിട്ട് തന്നെ വലിയ കുഴികളൊന്നും അത്ര ഫീൽ ചെയ്യില്ല. നൈസായിട്ട് ചാടിച്ചു വിടാം. വിത്ത് കോയിൽ സ്പ്രിങ് ഒക്കെ ആയിട്ടാണല്ലോ സെറ്റ് ചെയ്തേക്കണേ. ഇവിടുത്തെ ടാസ്ക് ഒക്കെ ഉണ്ടോ, ചെറിയൊരു തോട് പോലെ ഒരു പോർഷനാണേ. ഇതിൻ്റെ താഴെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് തോന്നുന്നു, ഒച്ചയൊക്കെ കേൾക്കണ്ടേ. ഇവിടെ ചെറിയൊരു എന്തോ ഒരു കമ്പം കണ്ട് ഒടിഞ്ഞ് കിടപ്പുണ്ട്. ചെറുതാണ്, സീനില്ല. നമ്മുടെ ഗൂർഖ അതൊക്കെ സിമ്പിളായിട്ട് ചാടി കിടന്നു പോകും. അതങ്ങനെ കിട്ടോ, അതിൻ്റെ മുകളിൽ മണ്ടയുടെ കടന്നു നോക്കോളൂ. ഇവിടെ ഒരു സൈഡിലൊരു തടി കിടപ്പുണ്ട്. ഗൂർഖ ചേട്ടൻ കയറി എൻ്റെ പോട്ടെ പോന്നോട്ടെ. അത്യാവശ്യം ഒന്ന് സ്ലിപ്പാവണ്ട കേട്ടോ. അമ്പോ മരമൊക്കെ ഒടിച്ചു. ഇനി നമുക്ക് വണ്ടിക്ക് അകത്ത് കയറാം. കയറിയിട്ട് നോക്കാം. അത്യാവശ്യം നല്ല കൺജസ്റ്റഡ് ആയിട്ടുള്ള വഴിയാണ് കേട്ടോ. കണ്ടില്ല, ഫുള്ള് കാടൊക്കെ ആയിട്ട് സൈഡ് ഇച്ചിരി സീനാണ്. രണ്ട് സൈഡിൽ നിന്നേ കാടൊക്കെ വളർന്നു നിൽക്കുക. അതുകൊണ്ട് ഇച്ചിരി കൺജസ്റ്റഡ് ആയിട്ടുള്ള വഴിയാണ്. എന്തായാലും എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ഇടിലൻ വണ്ടിയുടെ ഇത്രയും പെർഫോമൻസ് ഞാൻ സ്വപ്നത്തിൽ പോലും ഓർത്തില്ല, ഇത്രയൊക്കെ അടിപൊളിയായിരിക്കുമെന്ന്. നല്ല ഇടുക്കം വണ്ടി കേട്ടോ. വണ്ടി കാണത്തില്ല, കാട് കാരണം. അമ്പോ, വണ്ടി അവിടെ വലിയ കുഴി പോലെയാണ്, തെന്നി മാറും. തോടായിരിക്കും പറഞ്ഞത്. അദ്ദേഹം ഒരു താഴെ ഒരു തോടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ താഴെ കണ്ട അതിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം. ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ്. ഇവിടെ ചെറിയൊരു മരത്തിൻ്റെ ചില്ല കിടപ്പുണ്ട്, അതൊക്കെ നമുക്ക് ഇടിച്ച് തെറിപ്പിച്ച് കളയാം അല്ലേ. ചിലപ്പോൾ ഇതേ ബമ്പറിൽ ഉടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിത് വലിച്ച് സൈഡിലേക്ക് മാറ്റാം. ചിലപ്പോൾ പണിയാവും. ബമ്പറിലൊക്കെ ഉടക്കി കഴിഞ്ഞാൽ അത് ഊരാൻ അതിനേക്കാളും വലിയ ടാസ്ക് ആവും. അതുകൊണ്ട് ഇത് ഇവിടെ കിടക്കട്ടെ. കണ്ടോ, മഞ്ഞിൽ കുളിച്ച് നമ്മുടെ ഗൂർഖ വരണ വരവുണ്ടോ. ഇതേ ഇനി മുന്നോട്ട് പോകാനുള്ള വഴി ഈ കാണുന്നതാണ് കേട്ടോ. ഇതേ ഇവിടുത്തെ ഒരു ആംബിയൻസ് കണ്ടോ, ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അവിടെ രണ്ട് സൈഡിൽ നിന്ന് വെള്ളം കയറി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് പോയിട്ട് കുറച്ച് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് വെള്ളച്ചാട്ടം വന്നത്. അത് നമുക്ക് കാണാൻ പറ്റില്ല. അതായത് ഇവിടെ ഒരു ചെറിയ തോടൊക്കെ ഒഴുകുന്നുണ്ട്. എന്തായാലും അടിപൊളി. ഇപ്പം നല്ല മഴയുണ്ട്. ആ മഴയത്ത് ഒടിഞ്ഞു വീഴുന്ന കമ്പുകളാണ് കേട്ടോ ഈ കിടക്കണേ. ഇവിടെ വലിയൊരു കമ്പ് കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ഇനി എടുത്ത് മാറ്റണം. അമ്പോ, ഇവിടെ ചെളിയിൽ തന്നു കേട്ടോ, സീൻ മുട്ടൻ ചെളി. ഇവൻ്റെ എഞ്ചിനും ഗിയർ ബോക്സും മേഴ്സിഡീസ് ബെൻസിൻ്റെയാണ് വരുന്നത്. 2149 cc 4 സിലിണ്ടർ ഇൻലൈൻ 4 വാൽവ് TCIC കോമൺ ട്രയൽ ഡീസൽ എഞ്ചിനാണ്.
ഇവൻ്റെ പവർ നോക്കുവാണെങ്കിൽ 3800 RPM 140 HP ടോർക്ക് 1600 RPM 321 Nm ടോർക്കുമാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവൻ്റെ വീൽ ബേസ് നോക്കുവാണെങ്കിൽ 2400 mm ലെങ്ത് 3992 mm ആണ് വരുന്നത്. ഹൈറ്റ് 2075 mm. സ്ഥലത്തിൻ്റെ ഒരു ബ്യൂട്ടി നോക്കിയേ, ഫുള്ള് ഏലം നട്ടിട്ടുണ്ടേ. ഇവിടെ എന്തോ ഒരു പ്രോപ്പർട്ടിയുടെ വർക്ക് എടുക്കണമെന്ന് തോന്നുന്നു. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഈ വഴിക്കടെ താഴേക്ക് ഇറങ്ങി പോകണം. ഇതേ ഇവിടെ ചെറിയൊരു റിവർ ക്രോസിംഗ് ഉണ്ട്, ചെറുതല്ല, അത്യാവശ്യം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇനി അവിടെ നിന്ന് നേരെ ഇതേ വഴിക്കടെ ഇങ്ങനെ കയറി ഇതേ മുകളിലേക്ക് കയറി അങ്ങ് പോകണം. മുകളിലേക്ക് പോകണ വഴി ഇതാണ് കേട്ടോ. ഇവിടെ വഴി ഇടിഞ്ഞ് കിടപ്പുണ്ടോയെന്ന് ഡൗട്ട്. അമ്പോ ടാസ്ക്കായെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ഇവിടെ വലിയൊരു കുഴിയുണ്ട്, വെള്ളം ഒഴുകി പോയിട്ടേ വലിയൊരു ഗർത്തം പോലെ ആയിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇച്ചിരി സീനാവാൻ ചാൻസ് ഉണ്ട്. മുട്ടാൻ കുഴിയാണ്. പക്ഷേ വണ്ടി കവച്ചിങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ പോകുമെന്ന് തോന്നുന്നു. പക്ഷേ ഈ സൈഡ് ഇടിഞ്ഞു പോകും. സൈഡെല്ലാം അളച്ചിരിക്കുക ഉണ്ടോ, വലിയൊരു പൊത്ത് പോലെ അളച്ചിരിക്കുന്നുണ്ട്. അത് സീനാണ് ഗൈസ്. പിന്നെ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് കയറി വന്നിരിക്കും ഇവിടെയും സീനാണ്. ഇവിടെ ഇടിഞ്ഞു പോകും. ഇവിടെ ഈ മണ്ണ് കണ്ടോ, ഇവിടെ നിന്ന് ഇടിഞ്ഞു പോകുന്നതാണ്. ഈ ഇടിഞ്ഞു പോകുന്നതുകൊണ്ട് നമുക്കിതിവിടെ വിശ്വസിച്ച് അത്ര ഇതായിട്ട് കയറിപ്പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടം വരെ വമ്പൻ ടാസ്ക്കാന്ന് തോന്നുന്നു. നേരെ ഇത്ര ഏരിയ വണ്ടി നമുക്ക് കടക്കുമോ എന്ന് ഡൗട്ടുണ്ട്. കണ്ടോ ഇവിടെ ഒരു വലിയ കുഴിയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു വൈബ് നോക്കി, രക്ഷയില്ലാത്തൊരു ആംബിയൻസ് കേട്ടോ. അപ്പോൾ നമ്മൾ വലിയൊരു മലയുടെ അടിയിൽ ചെറിയൊരു തോടുണ്ട്. അപ്പോൾ ഇവിടുത്തെ റിവർ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ, നല്ല രീതിക്ക് വെള്ളമുണ്ട്. അപ്പോൾ ഇനി ഇവിടുത്തെ ഒന്ന് കടത്തി നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ കല്ലും ഒക്കെ നിരത്തിയിട്ടുണ്ട്. എന്താവും അറിയില്ല, ഫുള്ള് കുഴഞ്ഞു കിടക്കണ വഴിയാണ്. ഇവിടെ വമ്പൻ ടാസ്ക്കാണ്. ഇവിടെ കുഴിയുണ്ടോ, നല്ല കാഴ്ചയിലുള്ളൊരു കുഴിയാണ്. നമ്മൾ ഇത്രയോടെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് 2 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ദൂരം വന്ന് മുഴുവൻ തിരിച്ചു കൊണ്ടുവരും. വമ്പൻ ടാസ്ക്കാണ്. നമ്മൾ വന്ന വഴി ഈ കണ്ണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് നമ്മൾ വഴിയിൽ സാധനങ്ങളൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തോ ഒരു വർക്ക് കിടക്കുന്നുണ്ട്. ആ വർക്കിൻ്റെ ഇവിടെ നിന്ന് സൈഡിൽ നിന്നൊക്കെ കുറച്ച് മണ്ണ് ഇടിഞ്ഞു പോകുന്നുണ്ട്. അതാണ് ഇവിടെ ഇത്രയും ടാസ്ക് അയക്കണത്. ആ മണ്ണ് ഒലിച്ചു പോയേക്കണേ. അല്ലെങ്കിൽ അത്രയും ടാസ്ക് വരില്ലായിരുന്നു എന്ന് തോന്നുന്നു. എടുത്ത് അവർ മണ്ണിട്ടേക്കണേന്ന് തോന്നുന്നു. അവിടെ ചിലപ്പോ അവിടെ ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ പതുക്കെ കടത്തിക്കേ. കറക്റ്റ് വീൽ ബേസ് കണ്ടോ, ഇച്ചിരി സീനാവണോന്ന് ഡൗട്ടുണ്ട്. ഇവിടെ ഒന്ന് കയറ്റി നിർത്തി നോക്കിയേ. അവിടെ ഇടിഞ്ഞു പോകണേ, അങ്ങനെ തന്നെ റിവേഴ്സ് എടുക്കാം നമുക്ക്. പോന്നോട്ടെ കുഴപ്പമില്ല, പോന്നോട്ടെ, പതുക്കെ ഇങ്ങ് പോന്നോട്ടെ. ഇടിയോന്ന് നോക്കാം, സീനില്ലാന്ന് തോന്നുന്നു. നേരെ ഇങ്ങ് പോന്നോട്ടെ നേരെ. വമ്പൻ ടാസ്ക്കാണ് ഗൈസ്. കണ്ടോ നടുക്ക്. അങ്ങനെ ഇങ്ങ് പോട്ടെ. ആ പോട്ടെ. പോട്ടെ. നേരെ ഇങ്ങ് വന്നേ, നേരെ എടുത്തേ.
ഓ ഗൈസ്, അമ്പോ. ഓ ആ ഒരു ടാസ്ക് കടന്നു ഗൈസ്, അടിപൊളി. ഇനി അടുത്ത ടാസ്ക്. ഈ ടാസ്ക് ഇവിടെ സൈഡ് അള്ളച്ചിരിക്കുകയാണ്. അത് ഇച്ചിരി വമ്പൻ ടാസ്കാണ്. വേണ്ടോ, പോന്നോട്ടെ പോന്നോട്ടെ. പ്രതീക്ഷയ്ക്ക് വകുപ്പുണ്ട്, മണ്ണ് അത്ര കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അയ്യോ, അങ്ങോട്ടൊക്കെ ഉണ്ടോ? നേരെ ആക്കിക്കേ, ഇങ്ങോട്ടാക്കി നേരെ. നേരെ നേരെ ഇങ്ങ് പോട്ടെ. ഒരു കുറച്ചും കൂടെ. അവിടെ ഒരു ഇച്ചിരി കൂടെ കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ നമ്മൾ വന്നാൽ കയറി പോകുന്ന വഴി കണ്ടോ. അത്യാവശ്യം കുറച്ച് കല്ലൊക്കെ ഇട്ട് നോക്കി കഴിഞ്ഞാൽ സംഭവം സെറ്റാണെന്ന് തോന്നുന്നു. ഇവിടെ എന്തോ ഭാഗ്യം കൊണ്ട് ഇവിടെ ഇടിഞ്ഞില്ല. ഇവിടെ മുട്ടിനേക്കാൾ നല്ല താഴ്ചകളുള്ളൊരു കുഴിയായിരുന്നു കേട്ടോ. ഇതവിടെ സൈഡൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് പിടിച്ച് എന്നാലും ഒന്ന് കയറി പോന്നു. വലിയ ടാസ്ക് വന്നില്ല. ഇനി ഇവിടെ നിന്നുള്ള ഇതാണ് ഇച്ചിരി ടാസ്ക് ആയിട്ടുള്ളത്. ഇവിടെ കിടന്ന് കറങ്ങുവാണ്, അതാണ് കുഴപ്പം. കണ്ടോ ഇവിടുത്തെ ഒരു ടാസ്ക്. ഇവിടുത്തെ കുഴിയുടെ ഡെപ്ത് കണ്ടോ. ഒരു കയ്യാല പൊളിച്ചു കൈസ്. വേഗം വിട്ടു പോവാ കേട്ടോ. ഇവിടെ നമ്മൾ കയറി വന്നൊരു വഴിയാണ്. ഒരു ചെറിയ കയ്യാലയുടെ സൈഡൊക്കെ പോയിട്ടുണ്ട്. എന്നാലും നമ്മൾ ഈ മണ്ണിക്കട അത്യാവശ്യം ഇവിടെ കിടന്ന് കുറേ നല്ല രീതിക്ക് വണ്ടി തെരഞ്ഞു. എന്നാലും ഇവിടെ നിന്ന് കയറി പോന്നട്ടോ. നമ്മൾ പ്രതീക്ഷ പോലെയല്ല, ഗൂർക്ക പൊളിയാണ്, ഒരു രക്ഷയില്ല. ഇപ്പം നമ്മൾ ഈ വഴിക്കടെയാണ് അങ്ങോട്ട് കയറിപ്പോയത്. സൈഡൊന്നും ഭാഗ്യം കൊണ്ട് അളച്ചൊക്കെ ഇരിക്കുമായിരുന്നു. ഇവിടുത്തെ ഒരു അളച്ചിരിക്കണുണ്ടോ, എന്തോ ഭാഗ്യം കൊണ്ട് ഇടിഞ്ഞു പോയില്ല. ഈ ഗൂർക്ക ഒരു രക്ഷയില്ല കേട്ടോ. എക്സ്ട്രീം, ശരിക്കും എക്സ്ട്രീമാണ്. എങ്ങനെയുണ്ട് ഹനീഷ് ബ്രോ, ഗൂർക്ക എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല, ഇത്ര ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ഓടിച്ചിട്ട്? അത് കൊള്ളാം. എങ്ങനെയുണ്ടായിരുന്നടാ? എങ്ങനെയുണ്ട് ടാസ്ക്? എങ്ങനെയുണ്ടായിരുന്നു? അതെ അതെ, തള്ളലും ഒരു നല്ലൊരു പേടിയുണ്ടായിരുന്നു ഈ വഴികളെ കയറുമോ ഇല്ലയോ എന്നൊക്കെ. നമ്മൾ ഈ കിടിലൻ സ്ഥലത്തോട് യാത്ര പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും വണ്ടി എടുത്ത് കയറി പോകുമ്പോഴാണ്. ഇനി മുകളിലേക്ക് കയറുമ്പോൾ ഇനി അടുത്ത ടാസ്ക് ഉണ്ടോ എന്നറിയില്ല. ഇനി നമുക്ക് മുകളിലേക്ക് വീണ്ടും പോകാനും കിടക്കുവാണ്. ഇതാണ് ഇനി അടുത്തുള്ള വഴി. അത് പിന്നെ ഇത്രയും ടാസ്ക് ഇല്ലാന്ന് തോന്നുന്നു, കല്ലൊക്കെ പാകിയിട്ടുണ്ട്. ഇതുപോലത്തെ ഓഫ് റോഡ് എത്ര തവണ പോയിട്ടുണ്ട്? രണ്ടാമത്തെ. ഇതിനു മുമ്പ് വേറെ ഏതാ പോയെ? വീൽ ബേസ് കൂടുതലായത് മറ്റേ വണ്ടി പോലെ ഇത് മണ്ണ്, പിന്നെ വെയിറ്റും കൊള്ളാം. 1.5 ടൺ ഉണ്ട് വണ്ടിയുടെ വെയിറ്റ്. അപ്പോൾ അവിടെ താന്ന് മണ്ണിടിഞ്ഞിറങ്ങണല്ലോ, ഉറപ്പില്ലാത്ത മണ്ണല്ലേ, താന്ന് പോയില്ലോ എന്നുള്ളതായിരുന്നു ഏറ്റവും ഒരു ടാസ്ക്. അതെ അതെ, എന്തായാലും അവിടെ അള്ളച്ചിരിക്കുമല്ലോ, രണ്ടും കൽപ്പിച്ച് അങ്ങ് കയറി. ജീപ്പ് നല്ല രീതിക്ക് ഓടണ വഴിയാന്ന് തോന്നുന്നത് അല്ലേ? അതിന്റെ ഒരു വീൽ ബേസും കാര്യങ്ങളൊക്കെ ഉള്ളു. നമുക്ക് വണ്ടി അതിനേക്കാളും വലുപ്പമുള്ളതുകൊണ്ട്. അടുത്ത ടാസ്കോ? എവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടല്ലോ. ഇതെവിടെ ഒരു വെള്ളച്ചാട്ടം? താഴേക്ക് ഇതിപ്പോ കൂടെ പോണേ. അങ്ങോട്ടൊരു വഴി ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ വലിയൊരു വെള്ളവും. ദൈവമേ, വമ്പൻ ടാസ്കാണോ?
അമ്പോ വീണ്ടും ടാസ്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വഴിയില്ല. ഇവിടെ വെള്ളച്ചാട്ടം പുഴയും വന്നു. പടച്ചോന് ഇറങ്ങി നോക്കാം. അവിടെ അങ്ങേ സൈഡിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് അള്ളച്ചിരിക്കുകയാണോ കോൺക്രീറ്റ്? അല്ല, ഇല്ല എന്ന് തോന്നുന്നു. ഇറങ്ങി നോക്കാം എന്നിട്ട് കിടത്താറ്. അങ്ങനെ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ. അങ്ങ് താഴെ വരെ വലിയ വെള്ളമാണ്. അപ്പൊ ഇവിടുത്തെ ഒരു ടാസ്ക് ഇവിടെ എന്നാണ്ട് ഒരു റിസോർട്ട് പോലത്തെ എന്തോ സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ടാസ്ക് ഉണ്ട്. അപ്പൊ ഈ വഴി ഒന്ന് നമുക്ക് ഇറങ്ങി നോക്കാം. ഇറങ്ങി നോക്കിയിട്ട് നമ്മുടെ വണ്ടി കടത്തണോ വേണ്ടോ എന്ന് നോക്കാം. വണ്ടി കടന്നു വരുമെന്ന് തോന്നുന്നു, സീനൊന്നുമില്ല. ഇനി ഒഴുക്കുണ്ടെന്ന് നോക്കാം. വെള്ളത്തിന്റെ അളവുണ്ടോ? അവന്റെ മുട്ടിനേക്കാളും പൊക്കത്തിലുണ്ട്. അമ്പോ ഇവിടെ ഇച്ചിരി വെള്ളം കൂടുതലാട്ടോ. ഒഴുക്കുണ്ടോ? പിടിച്ചു നിൽക്കണ്ട്. അല്ല പോണ്ട്. നല്ല ഒഴുക്കാണ് ഗൈസ്. നല്ല ഒഴുക്കാ. നല്ല ഒഴുക്കുണ്ട്, വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട്. കാണുന്ന പോലെയല്ല. ഇവിടെ എന്തോ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. കൂടുതലാണേ. അതുകൊണ്ട് തന്നെ ഇവിടെ വണ്ടി തട്ടുമോന്ന് ഡൗട്ടുണ്ട്. വണ്ടി ഇച്ചിരി ഒന്ന് ഇറക്കി നോക്കാന്ന് ഓർത്തോണ്ടാ. വണ്ടി വലിയ ഒലിച്ച് മാറണ്ടോന്ന് പതുക്കെ വലിയ നോക്കിയിട്ട് നമുക്ക് പോണോ വേണ്ടോ എന്ന് നോക്കാം. നല്ല ടാസ്ക് എന്ന് വെച്ചാൽ ഭയങ്കര ടാസ്ക്കാണ്, ഹെവി ടാസ്ക്കാണ്. എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകാതിരിക്കും നല്ലതെന്ന് തോന്നുന്നു. താഴേക്ക് കുത്ത് ഇതുള്ള സ്ഥലമാണ് കിടക്കുന്നത്. നമ്മളിവിടെ ഇട്ട് തിരിക്കുകയാണ്. ചിലപ്പോൾ അങ്ങോട്ട് ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഭയങ്കര സീനായി പോകും. അത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്തതിൻ്റെ ചിലപ്പോൾ ഇതായി പോകും. എന്ന് വെച്ചാൽ താഴേക്ക് ലെവലായിട്ട് കിടക്കുന്ന സൈഡാണെങ്കിൽ നമുക്ക് ഒതുങ്ങി പോയാലും നമുക്ക് വലിയ സീനില്ലായിരുന്നു. പക്ഷേ ഇത് ചിലപ്പോൾ വണ്ടി വെള്ളം തട്ടിക്കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ശക്തി നമുക്ക് എന്തോരം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് ചിലപ്പോൾ വമ്പൻ ടാസ്ക് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇട്ട് വണ്ടി തിരിച്ചിറങ്ങി പോവാണേ. ഇപ്പോൾ കണ്ട വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, അവിടെ നമ്മുടെ ഏകദേശം അരയ്ക്ക് തൊട്ട് താഴെയുള്ള വെള്ളമുണ്ട്. അപ്പോൾ അവിടെ നല്ല ഒഴുക്കുണ്ട്. താഴേക്ക് നല്ല കുത്ത് വെള്ളച്ചാട്ടമാണ്. അപ്പോൾ നമുക്ക് അതിക്കടെ റിസ്ക് എടുത്ത് വണ്ടി ഇറക്കി കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ ശക്തി നമുക്ക് എന്തുകൊണ്ടെന്ന് അറിയാൻ പറ്റില്ല. ബോഡിയിലേക്ക് വന്നിട്ട് വെള്ളം അങ്ങ് അടിച്ചു കഴിഞ്ഞാലോ വണ്ടി ചാലിന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ വണ്ടിയിലേ ഉള്ളൂ. വേറെ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇറക്കാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇങ്ങനെ തിരിച്ചു പോകുന്നു. അത് വമ്പൻ ടാസ്ക്കായി പോകും. ചിലപ്പോൾ വണ്ടി ചിലപ്പോൾ ബാക്കൊക്കെ ചിലപ്പോൾ അങ്ങ് എടുത്തങ്ങ് മാറ്റി കളഞ്ഞു വരും. അപ്പോൾ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഈ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല. ഗൈസ്, നമ്മൾ വീണ്ടും നമ്മുടെ പഴയ സ്ഥലത്തെത്തി. ഇനി ഇവിടെ ഇച്ചിരി ടാസ്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ നൈസായിട്ട് ഇറക്കം ആയതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി പോവും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്ക്, അല്ലേ? എല്ലാം പ്രതീക്ഷയാണല്ലോ. നൈസായിട്ട് ഇറക്കി നോക്കാം. ഉള്ള കല്ലൊക്കെ പറക്കിയിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് നോക്കാം. അവിടെ ഒരു കുഴി പോലെ ചാടിയിട്ടുണ്ട്. ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങട്ടെ. ഓ അമ്പോ, ഹെവി ഹെവി ഹെവി. നേരെ പോന്നോട്ടെ, നേരെ നേരെ നേരെ. ഓ, ഫ്രണ്ട് തെന്നുവല്ലോടാ, ഫ്രണ്ട് തെന്നി നീങ്ങുക. ആക്കി തരേണ്ടോ? നേരെയൊക്കെ നേരെ നേരെ പോട്ടെ 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 പോട്ടെ. ആ നേരെ പോട്ടെ നേരെ പോട്ടെ. ഇരുത്തി ചവിട്ടണോണ്ടേ. പോട്ടെ 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 പോട്ടെ. ഒയ്യോടാ ഇടിഞ്ഞു. ഓ സീൻ.
അവിടെ അളച്ചുപോയി. അമ്പു ഒന്ന് എടുത്തു നോക്കി. നമുക്ക് ഇവിടുത്തെ ഇത്ര മണ്ണങ്ങ് ഇടിച്ചങ്ങ് അടിച്ചു കളഞ്ഞാലോ? വീഡിയോ കട്ടെടുക്കൽ നടക്കില്ല. ഓ ഗൈസ്, ബാക്ക് പൊങ്ങി. ബാക്ക് കുറച്ച് സീനായാലോ. അവിടെ ഇടിഞ്ഞു പോയി. നമുക്ക് ആ സൈഡിൽ കുറച്ച് മണ്ണ് വെട്ടി അങ്ങോട്ട് വെട്ടിച്ചടിക്കാം. കേട്ടോ, ടയർ നിലത്തൊന്ന് പൊങ്ങി നിൽക്കുക. സീനായി. ആ അളച്ചിരുന്ന് അങ്ങോട്ട് കയറി പോയി പിടിഞ്ഞില്ല. പക്ഷേ നമുക്ക് അത് മുഴുവൻ വെട്ടിച്ചടിക്കാം. അതതിന് നടക്കുള്ളൂ. ഓ, വണ്ടി കയറി കഴിഞ്ഞിട്ട് തിരിച്ചെടുക്കലോ എനിക്ക്. എടാ പിടിച്ചിരിക്കണം കേട്ടോ. ആ പോട്ടെ പോന്നോട്ടെ. എടാ നീ ഇറങ്ങിക്കോ. ആ പോന്നോട്ടെ. ഗൈസ് കയറി. ഇനി ബാക്കാണ് ടാസ്ക്. ബാക്കും കൂടെ. ഒയ്യോ, ബാക്ക് പിടിച്ചടി. പോന്നോട്ടെ. ഒരു കുഴപ്പമില്ല. വണ്ടി അവിടെ വീണ്ടും വലിച്ചു പോകുന്നതല്ലോ. പോന്നോട്ടെ. ഓ, ടയറ് നല്ല തിച്ചലിയായി. ഓ മതി. നമ്മള് ആ ടാസ്ക് ഒരു വിധത്തിൽ നമ്മൾ അച്ചീവ് ചെയ്തെടുത്തു. അവിടെ നിന്ന് കടന്നു പോന്നു. ഇനി നമ്മള് മഴയുണ്ട് കേട്ടോ. മഴ ഇപ്പൊ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ആദ്യം അവിടെ ഇറങ്ങിയ സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. ഇനി അവിടെ നിന്ന് വീണ്ടും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് താഴെ വലിയൊരു റിവർ ക്രോസ് ഉണ്ട്. അവർക്കുണ്ടാവും ഒരു തടിപ്പാലമൊക്കെ ആയിട്ടുള്ളേ. അവിടെയും കൂടെ ഒന്ന് കടന്നു പോകണം. അവിടെയും കൂടെ കടന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പൊ അതെ, ഹിമാലയനോ ബൈക്കും കൊണ്ടൊന്നും ആരും ഈ വഴികൂടെ വന്നേക്കരുത്. വെള്ളം റിവർ ക്രോസിങ് നടത്താൻ നേരത്ത് വെള്ളം ഉണ്ടല്ലോ, നല്ല രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിക്കണോണ്ട് നമുക്ക് കൺട്രോൾ കിട്ടില്ല. വണ്ടി വെള്ളത്തിൽ നിന്ന് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നല്ല ഒഴുക്കുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഇത്രയും നല്ലൊരു വണ്ടി അല്ലെങ്കിൽ സാധാ ഒരു വണ്ടി ആയിട്ടാ വന്നെങ്കിൽ 4x4 ഒന്നും ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ ഒത്തിരി മുമ്പ് തന്നെ നമുക്ക് നിർത്തിപ്പോണ്ട അവസ്ഥയായിരുന്നു. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇത് വാണിംഗാണ്. അധികം ഈ വഴിക്ക് മഴക്കാലത്ത് ഈ വഴിക്ക് വരരുത്. അല്ല നിഷുറോ? ரொம்ப ടാസ്കാണ്. ഇനിയിപ്പോ ഇത് അച്ചീവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വന്നവരോട് നമുക്കൊന്നും പറയാനില്ല. എന്നുവെച്ചാൽ അവിടുത്തെ ഏറ്റവും മുകളിലുള്ള വെള്ളം അത് ഭയങ്കര ഡേഞ്ചറാണ്. എന്നുവെച്ചാൽ താഴേക്ക് വലിയ കുത്താണ്. വണ്ടി സൈഡിലേക്ക് വന്നിട്ട് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കൊക്കെ അങ്ങ് വട്ടം തിരിഞ്ഞു പോകും. അല്ലെങ്കിൽ ഫ്രണ്ടായാലും വട്ടം നീങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇനി നമുക്ക് താഴെ ഇനി വേറെ ടാസ്ക് ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഇനി അങ്ങോട്ട് പോവാം. എങ്ങനെയുണ്ടായിരുന്നു മക്കളെ? അടിപൊളി, സൂപ്പർ. ഇതേ ഫുള്ള് നനഞ്ഞ് കുളിച്ച് സീനായിട്ടിരിക്കട്ടോ. മടുത്തോ? ഓക്കെ, എന്തായാലും അടിപൊളി. ഫസ്റ്റ് ടൈമാണോ നിങ്ങൾ വന്നത് ഓഫ് റോഡ്? ഇത് എക്സ്ട്രീം ആയതുകൊണ്ട്. എടാ നീ എങ്ങനെയാണോ ടോണി? എങ്ങനെയുണ്ട്? ഇനി വരുമോ? ഇനി പറ്റില്ല. എന്തായാലും അടിപൊളി. എന്തായാലും ഭയങ്കര വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലേ? ഈ സൈഡിൽ കൂടെ തന്നെ ഈ ഹുക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. ഇങ്ങനെയുള്ള വഴിക്കൊക്കെ പോകുമ്പോ ഒരാൾക്ക് പിടിച്ചിരിക്കാൻ 3 ഹുക്കുണ്ട്. 3 അല്ല 4 ഉണ്ട്. ഇവിടെ ഉണ്ട്, ഒരെണ്ണം ഡോറയിലും ഉണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത ടാസ്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കട്ടോ. അതായത് താഴെ കണ്ണെ റോഡ് താഴെ വന്നിട്ടുണ്ട്. അതായത് വെള്ളം റിവർ ക്രോസിങ്ങിന് അടുത്ത് നടത്താനുള്ളത്.
പോട്ടെ പോട്ടെ പോട്ടെ, നേരെ പോട്ടെ, നേരെ നേരെ പോട്ടെ പോട്ടെ. സൈഡ് തെന്നി, സൈഡ് തെന്നി. എടാ അങ്ങനെ നമ്മള് താഴെ എത്തി കേട്ടോ. അതെ, നല്ല റോഡിലെത്തി, ടാറിങ് റോഡിലെത്തി. എന്തായാലും വമ്പൻ ടാസ്ക് ആയിരുന്നു. എന്തായാലും ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ഗൂർഖ സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു വണ്ടി തന്നെയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എങ്ങനെയുണ്ട് മക്കളെ നമ്മുടെ ഗൂർഖ? എങ്ങനെയുണ്ട്? അടിപൊളി. എങ്ങനെയുണ്ട് ബ്രോ? അടിപൊളി. പുള്ളി അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടെടുത്ത വണ്ടിയാണ്, ഒരു രക്ഷയില്ല. അപ്പൊ നമ്മൾ ആ വെള്ളത്തിന്റെ മാത്രം വന്ന് ഇപ്പോഴേക്കുണ്ടല്ലോ, അത് ഭയങ്കര റിസ്ക് ആയിട്ട് പോകും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇതുപോലത്തെ കിടിലൻ വാഹനങ്ങളുടെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പൊ ടാറ്റ.